നമ്മുടെ നാട്ടിലെല്ലാം തന്നെ പുതിയ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള മയക്കുമരുന്നുകളും അതിൻ്റെ ദൂഷ്യവശങ്ങളും ഇതെല്ലാം നമ്മൾ ഓരോ ദിവസവും നമ്മുടെ മീഡിയയിലൂടെയും മറ്റ് പല രീതികളിലും നമ്മൾ അറിഞ്ഞുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ഇരിക്കുന്ന ഒരു വസ്തുതയാണ്. ഒരു എല്ലാവരും ഇത്തരത്തിലുള്ള ഡ്രഗ്സിനും മറ്റുള്ള മയക്കുമരുന്നുകൾക്കും ഒക്കെ എതിരെ ഒരു യുദ്ധം എന്നുള്ള കണക്കെയാണ് നമ്മളെല്ലാം പോരാടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, നമുക്ക് ഒരു യുദ്ധത്തിന് പുറപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പടനിലത്തെക്കുറിച്ചും അവിടെ എന്തൊക്കെയാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഒക്കെ അറിഞ്ഞെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു സക്സസീവായിട്ടുള്ള ഒരു റേറ്റിലേക്ക് പോകാൻ കഴിയുള്ളൂ. വിവിധ തരത്തിലുള്ള ഡ്രഗുകളാണുള്ളത്. അന്നേരം അതിനകത്ത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യമൊക്കെ ഡ്രഗ് ആണോ എന്നുള്ള ഒരു സംശയം പലരും ഉന്നയിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ മദ്യവും ഒരു ഡ്രഗ് കാറ്റഗറിയിൽ തന്നെ വരുന്ന ഒരു സബ്സ്റ്റൻസ് തന്നെയാണ്. സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡ്രഗുകളാണ് പൊതുവെ നമ്മൾ പറയുന്ന ഈ സിന്തറ്റിക് ഡ്രഗുകൾ എന്നുള്ള കാറ്റഗറി, അല്ലെങ്കിൽ രാസലഹരി എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെട്ടുവരുന്നു. അതായത് അത്തരം ഡ്രഗുകൾ അവരുടെ നെർവസ് സിസ്റ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ മറ്റൊരു വിഭാഗം ഡ്രഗുകളുണ്ട്, ഒരു ഹാലൂസിനേജൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്തരം ഡ്രഗുകൾ ഉപയോഗിക്കുന്ന ഒരു മതിഭ്രമ ദായനികൾ ആ ഒരു രീതിയിലായിരിക്കും അവർ ഇല്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുകയും ആ ഒരു കാറ്റഗറിയിലേക്കും മറ്റും പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ മറ്റൊരു വിഭാഗമാണ് വിവിധ തരത്തിലുള്ള സൈക്കാഡെലിക്കുകൾ, വേദനാസംഹാരികൾ, നമ്മളുടെ പറയുന്ന അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളായിട്ടുണ്ട്. പിന്നെ ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഈ പറയുന്നത് പോലെ ഡ്രഗുകളിൽ തന്നെ ഇത് ചില ഈ സൈക്കാഡെലിക് ആയിട്ടുള്ള ഡ്രഗുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ചിലതരം ഹാലൂസിനോജനുകൾ, ഇത്തരം ഡ്രഗുകൾ യഥാർത്ഥത്തിൽ വേറൊരു തരത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ഘടകവും കൂടിയാണ്. അതായത് പലതരത്തിലുള്ള മെഡിസിനൽ പർപ്പസിന് വേണ്ടി അവ ഉപയോഗിക്കുന്നുണ്ട്. അന്നേരം അവയുടെ മിസ്യൂസിലേക്ക് വരുമ്പോഴാണ് ഈ ഡ്രഗ് അഡിക്ഷൻ അതേപോലുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത്. ഇത്തരം ഡ്രഗുകളെ നമുക്ക് പൂർണ്ണമായിട്ടും നിരാകരിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുന്നത്. എന്നാൽ ഭീകരമായിട്ടുള്ള ഒരു വസ്തുത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡ്രഗ് കേസുകൾ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അതിന്റെ 50% വരുന്നതാണ്. ഉദാഹരണത്തിന് ഒരു വർഷം നമ്മൾ ഒരു 1000 കേസുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 1000 കേസുകൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അതിന്റെ ഒരു 50%, 500ഓളം കേസുകൾ അത് പിടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 വയസ്സിന് താഴെ ഉള്ള കുട്ടികളെ, അവരെ കുട്ടികൾ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ആ ഒരു രീതിയിലേക്കാണ്. എന്നാൽ ഒരു 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മൾ കേസുമായിട്ട് എക്സൈസിന് മാത്രം ആലപ്പുഴ ജില്ലയിലെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ എടുത്തിരുന്നത് 4 ആണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം അത് 8 എണ്ണമായിട്ട് വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ഇതൊന്നും തന്നെ നമുക്ക് ഒരു കാരണവശാലും ആശാവഹമായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിനകത്ത് ഉള്ള ഒരു പ്രവർത്തനം 3 രീതിയിലാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം എന്നുള്ളതാണ്. എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം ഏർപ്പെടുക, അതായത് ഡ്രഗ് ഫെഡറേഷനെ അതല്ലെങ്കിൽ ഡ്രഗ് കൈകാര്യം ചെയ്യുന്നവരെ, അത് ഉപയോഗിക്കുന്നവരെ, അതോടൊപ്പം തന്നെ അതിനുവേണ്ടി സാമ്പത്തിക സഹായം നൽകുന്നവരെ, ഇങ്ങനെയെല്ലാം തന്നെ അവരുടെ പേരിൽ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അത് തന്നെ ഇതിനകത്ത് ഉള്ള ഒരു സംഭവം എന്ന് വെച്ച് മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഡ്രഗ്സിന്റെ കാറ്റഗറിയിൽ അതിന്റെ കേസ് 3 കാറ്റഗറി ആയിട്ടാണ് പൊതുവെ നമ്മൾ എടുക്കാറുള്ളത്. അതിന്റെ ക്വാണ്ടിറ്റി ബേസ് എന്ന് പറയും. ഒന്നെന്ന് പറയുന്നത് സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. 2 എന്ന് പറയുന്ന ഒരു മീഡിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. മറ്റൊന്ന് വെച്ചാൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് എല്ലാ കേസുകളും ഈ ഡ്രഗുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കേസുകളിലും കാറ്റഗറി ബേസ് ചെയ്തുകൊണ്ടാണ്. അതിനകത്ത് സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ഒരു ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 രൂപ. ആ ഒരു പെറ്റി കേസായിട്ടാണ്. പെറ്റി കേസ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇവിടെ തന്നെ ഒരു 10,000 രൂപയും 1 വർഷം വരെ, ഒരു 6 മാസം തൊട്ട് 1 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു രീതി മാത്രമാണ്. എന്നാൽ മീഡിയം ക്വാണ്ടിറ്റിയിലോട്ട് വരുമ്പോൾ, ഇത് ക്വാണ്ടിറ്റി ബേസ് ചെയ്താണ് എല്ലാ കേസുകളും. മീഡിയം ക്വാണ്ടിറ്റിയിലോട്ട് വരുമ്പോൾ ഈ പറഞ്ഞ ശിക്ഷ കാലയളവ് എന്ന് പറയുന്നത് 10 വർഷം വരെ അയാൾക്ക് ശിക്ഷ കിട്ടുന്ന കേസായിട്ടാണ്. 1 വർഷം മുതൽ 10 വർഷം വരെ
ശിക്ഷ കിട്ടേണ്ട ഒരു രീതിയിലേക്കാണ് ഈ മീഡിയം ക്വാണ്ടിറ്റി എല്ലാ ഡ്രഗുകളും ക്വാണ്ടിറ്റി ബേസ്ഡാണ് പറയുന്നത്. ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മൂന്നാമത്തെ കാറ്റഗറിയാണ് ഈ പറയുന്ന കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിൽ വരുന്നത്. ഈ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിൽ വരുന്ന കേസുകൾ എന്ന് പറയുന്നത് അവർക്ക് 10 വർഷത്തിന് മുകളിലുള്ള ശിക്ഷയാണ് അവർക്ക് കിട്ടുന്നത് മിനിമം. എന്നാൽ രാസലഹരി ഇപ്പൊ കോമൺ ആയിട്ട് കാണുന്ന സിന്തറ്റിക് ലഹരികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 0.5 ഗ്രാം ഒരാളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അയാൾ റിമാൻഡിലാണ്. അതിന്റെ ഈ സിന്തറ്റിക് ഡ്രഗുകളുടെ സ്മോൾ ക്വാണ്ടിറ്റി, അതായത് 0.5 ഗ്രാമിന് മുകളിൽ, അതായത് 0.5 ഗ്രാം തൊട്ട് തന്നെ ഒരാളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അയാൾ ഈ പറയുന്ന 1 വർഷത്തിന് 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ്. എന്നാൽ അത് 10 ഗ്രാം നമുക്കറിയാം, ഒരു 0.5 ഗ്രാം എന്നൊക്കെ എത്രയുണ്ട്, വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. എന്നാൽ അത് ഒരു 10 ഗ്രാമിന് മുകളിലേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ശിക്ഷ എന്ന് പറയുന്നത് അയാൾക്ക് മിനിമം 10 വർഷം കിട്ടുകയും ചെയ്യും. അതേ രീതിയിൽ തന്നെ മുകളിലേക്ക് 20 വർഷം വരെ നീണ്ടു പോകാവുന്ന ശിക്ഷയാണ്. അന്നേരം ഇത് ആണ് നമ്മൾ അതിന്റെ ഒരു നിയമപരമായിട്ടുള്ള കാര്യം. ഏതെങ്കിലും കുട്ടികളോ അതൊക്കെ തന്നെ ഇതിനകത്ത് ഉപയോഗത്തിൽ പെട്ടുപോയി, അവർ ഉപയോഗിച്ചു തുടങ്ങി, അങ്ങനെ ഉപയോഗിക്കപ്പെട്ടു പോയ ഒരു കുട്ടി, ഒരു വിദ്യാർത്ഥി ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ അതേപോലുള്ള ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും സാഹചര്യത്തിൽ പെട്ട് ഉപയോഗിച്ച് തുടങ്ങിപ്പോയ ഒരു കുട്ടി അങ്ങനെ ഒരു കേസിൽ പെട്ടുപോയ അവന്റെ ജീവിതം മൊത്തത്തിൽ പോകുമോ, അങ്ങനെ പോകുമോ എന്നുള്ള ചിന്തകളും ഈ ഒരു സാഹചര്യത്തിൽ പല രക്ഷകർത്താക്കൾക്കും ഉണ്ടായി വരുന്നുണ്ട്. അതായത് അവൻ ഉപയോഗിച്ചു പോയി, അവൻ ഈ പറയുന്ന ഫെഡറേഷൻ എന്നാൽ അവൻ ട്രീറ്റ്മെന്റിനും മറ്റും വിധേയമായതിനു ശേഷം ഒരു നേരായ മാർഗത്തിലേക്ക് വരാനുള്ള മാർഗമുണ്ടോ എന്നുള്ള ഒരു ചിന്തയും ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഈ പറയുന്നത് തന്നെ ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൂട്ടത്തിലുള്ളതോ അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്കൂളുകളിലുള്ളതോ ആയ കുട്ടികൾ ഡ്രഗ് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ, ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന ഏത് ഡ്രഗിന്റെ ഉപയോഗമായാലും അവര് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് അവരെ ഒരു രോഗിയായിട്ടാണ് നമ്മൾ ഇവരെ കണ്ടുവരുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു ഡ്രഗ് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അവനെ ചികിത്സിച്ച് ഭേദമാക്കി ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും കെട്ടി ഞങ്ങൾക്കും അവൻ ഈ പറയുന്ന ആ രീതിയിലേക്ക് ഇല്ല എന്ന് ബോധ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവരെ പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു സംഗതിയും ഇവിടെ ഈ ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയേണ്ട അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഏതെങ്കിലും കുട്ടികൾ അല്ലെങ്കിൽ നമ്മളുടെ അസോസിയേഷനിലുള്ള നമ്മുടെ സ്കൂളിന്റെ ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ ഇതിലേക്ക് വന്നപ്പെടാനുള്ള, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ മക്കൾ പക്ഷേ പറയാൻ കഴിയില്ലല്ലോ, ഇങ്ങനെ വന്നപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അത് പലരും രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. കാരണം എന്റെ കുട്ടിയുടെ ഭാവി പോകുന്നു എന്നിട്ട് അങ്ങനെ ചിന്തിച്ച് ഒരാൾക്കാരും ഇരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് അത് കോണ്ടാക്ട് ചെയ്യാന്നാണ് എൻഫോഴ്സ്മെന്റ് ഭാഗമാണ് ഞാൻ ഈ പറയുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരും. രണ്ടാമത്തെ ഭാഗമാണ് പറയുന്നത് വിമുക്തി എന്ന് പറയുന്ന ഭാഗം വരുന്നത്. ആ വിമുക്തി എന്ന ഭാഗത്തിലാണ് നമ്മുടെ ഈ വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ, അതായത് ഡ്രഗിന്റെ ഉപയോഗത്തിലേക്ക് പോകുന്ന ആൾക്കാരെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും മറ്റും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് പലപ്പോഴും ചെയ്യാറുണ്ട്. ഈ ഡ്രഗിന്റെ ഉപയോഗത്തിലേക്ക് പോകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒരു കാരണങ്ങളല്ല, അതിൽ ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഉള്ള ഒരു കാര്യമായിരിക്കും ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എടുത്തിട്ടുള്ള കേസുകളിൽ ഏകദേശം ഒരു 70-80% കുട്ടികളിൽ ലഹരി ഉപയോഗത്തിലേക്ക് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് അവരുടെ വീട്ടിലുള്ള ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതായത് ലഹരി ഉപയോഗത്തിലേക്ക് ഒരാൾ ഡ്രഗ് അഡിക്റ്റ് ആവുന്ന ഒരാൾ അതിനുള്ള അടിസ്ഥാന കാരണം എപ്പോഴും തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ് എന്നുള്ള ഒരു ദുഃഖസത്യം കൂടെ ഞാൻ പറയുകയാണ്. ഈ ഡ്രഗുകളെല്ലാം എന്ന് വെച്ചാൽ വളരെ വിലപിടിപ്പുള്ളതാണ്. പിന്നെ അവ വാങ്ങിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനുള്ള ഒരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വിപണന സാധ്യതകളിലേക്ക് വരിക എന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരെ ഈ രംഗത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അന്നേരം ആ ഒരു രീതിയിലേക്കും ഇത് വരുന്നുണ്ട്. ഈ പിയർ പ്രഷറിന്റെ സാന്നിധ്യത്തിൽ വരുന്നുണ്ട്. പിന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു സോഷ്യൽ റിജക്ഷൻ ഫീലിംഗ്, കുട്ടികളിലായാലും മുതിർന്നവരിലായാലും ഒരു സോഷ്യൽ റിജക്ഷൻ ഫീൽ ചെയ്യുന്ന കുട്ടികൾ, അതായത് എനിക്ക് ആരുടെ മുന്നിലും ഒന്നും കാണിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു രീതിയിൽ, അത് നമ്മളെ രക്ഷകർത്താക്കളായാലും ബന്ധുക്കളായാലും ഒരു കുട്ടിയെ കൂടുതൽ തരത്തിലുള്ള പ്രഷറിലേക്ക് ചെല്ലുന്ന അക്കാഡമിക് ഫെയില്യൂർ. ഈ അക്കാഡമിക് ഫെയില്യൂർ എന്ന് പറയുന്നത്
അതൊരു വലിയ ഒരു നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് തന്നെ ഉള്ളതാണ്. അതായത് സ്കൂളുകളിലും വിവിധ തരത്തിലുള്ള വിമുക്തി ക്ലബ്ബുകൾ നിലനിൽക്കുന്നുണ്ട്. അത് ഈ രക്ഷകർത്താക്കൾ ഓരോ രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ മകൻ അല്ലെങ്കിൽ തന്റെ മകള് ഈ വിമുക്തി ക്ലബിന്റെ ഭാഗമാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വിമുക്തി ക്ലബിന്റെ ഭാഗമാക്കണം. അതിൽ കോളേജുകളിലായാലും അതുപോലെ കോളേജ് ഹോസ്റ്റലുകളിലായാലും അവിടെയും ശ്രദ്ധ, മേൽക്കൂട്ടം എന്നീ പറയുന്ന വിവിധ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അന്നേരം അങ്ങനെയുള്ള ഒരു ഒരു രീതിയുണ്ട്. അപ്പൊ ഈ രണ്ടാമത്തെ ഘട്ടം, ആദ്യം നമ്മൾ പറയും എൻഫോഴ്സ്മെന്റ്, രണ്ടാമത് പറയുന്നത് ഈ പറയുന്ന വിമുക്തി പ്രവർത്തനം. വിമുക്തി പ്രവർത്തനത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ് ഉപയോഗിക്കാനുള്ള, അതായത് ഉപയോഗിക്കാത്ത കുട്ടികളെ ഒരു കാരണവശാലും ഈ ഒരു മേഖലയിലേക്ക് എത്താതിരിക്കുക. അതായത് എങ്ങനെയാണ് ഡ്രഗ് എങ്ങനെയാണ് സയന്റിഫിക്കലി അവരെ അത് ഒരാളെ എങ്ങനെ ബാധിക്കുന്നു, എന്തൊക്കെയാണ് അതിന്റെ ദോഷവശങ്ങൾ, ഇവയെല്ലാം ഈ കുട്ടികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ രണ്ടാമത്തെ പ്രവർത്തന ഭാഗമായിട്ട് എക്സൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വിമുക്തി പ്രവർത്തനം എന്നുള്ള രീതിയിൽ അത് നിങ്ങൾക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മളുടെ സേവനം അത് ലഭ്യമാണ്. നിങ്ങൾ വിവിധ സംഘടനകൾ ഉണ്ടായിരിക്കും, അവിടെ നമ്മുടെ ക്ലാസുകൾ എടുക്കുന്ന വിവിധ ആൾക്കാരുണ്ട്, അവർ വന്ന് ക്ലാസുകൾ എടുക്കും. അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേഖലയിലേക്ക് പെടാത്ത ആൾക്കാരെ ഒരിക്കലും ആ മേഖലയിലേക്ക് വരാതിരിക്കുക എന്നുള്ളതാണ് ആ രണ്ടാമത്തെ പ്രവർത്തനം. ഒന്നാമത് ഞാൻ പറഞ്ഞു എൻഫോഴ്സ്മെന്റ്, രണ്ടാമതാണ് വിമുക്തി പ്രവർത്തനം എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് ഡി അഡിക്ഷൻ എന്ന് പറയുന്ന പ്രവർത്തനം. ഡി അഡിക്ഷൻ അതും എക്സൈസിന്റെ പരിധിയിൽ തന്നെ വരുന്നത്. ഡി അഡിക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാൾ ഡ്രഗ് അഡിക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഒരു രോഗിയായിട്ടാണ് നമ്മൾ കരുതുന്നത്. അതായത് ഒരു ഷുഗർ രോഗിയെ പോലെ തന്നെയാണ് ഒരു ഡ്രഗ് അഡിക്റ്റ് എന്ന് പറയുന്നത്. അയാൾ ഒരു രോഗിയാണ്, അതിന്റെ കാറ്റഗറൈസ് ചെയ്ത് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. അയാളെ പിന്നെ അതിനകത്ത് മോചിപ്പിക്കുന്നതിന് ചികിത്സയല്ലാതെ ഈ പറയുന്ന വേറെ യാതൊരു തരത്തിലുള്ള മാർഗങ്ങളും ഇല്ല. അത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇപ്പൊ നമ്മളുടെ ഏതെങ്കിലും കുട്ടികൾ പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പുകയില ഉൽപ്പന്നങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഇൻഹലൻസോ ഒക്കെ എന്ന് പറയുന്നത് ഇവരെ ഈ ഡ്രഗിന്റെ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു ഗേറ്റ് വേ ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ നമ്മളെ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അതിന് ബെറ്റർ ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് സെന്ററുകളുണ്ട്, കൗൺസിലിംഗ് നടത്താവുന്നതാണ്. പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ജില്ലകളിലും ഡ്രഗ് അഡിക്റ്റുകളെ ചികിത്സിക്കാനായിട്ടുള്ള എക്സൈസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഡി അഡിക്ഷൻ സെന്റർ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പറയുന്ന അതിന്റെ പ്രവർത്തനം നമുക്ക് ഉപയോഗപ്പെടുത്താം. യാതൊരു തരത്തിലുള്ള ചെലവുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ആ കുട്ടിയോടൊപ്പം തന്നെ അല്ലെങ്കിൽ ആരാണോ ആ ഡ്രഗ് അഡിക്റ്റ് ആരാണോ, അത് മദ്യത്തിന്റെ ആയാലും ഈ പറയുന്ന വിവിധ തരത്തിലുള്ള മയക്കുമരുന്നുകളുടെ ആയാലും ഈവൻ പുകയില ഉൽപ്പന്നങ്ങളുടെ ആയാലും ഇതിന്റെ എല്ലാ കാറ്റഗറിയിൽ ഉൾപ്പെട്ട് വരുന്നതാണ്. അവരെ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ചികിത്സയ്ക്ക് നമുക്ക് വിധേയമാണ്. അത് ടോട്ടലി ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതല്ലാതെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു അല്ലാതെ പ്രൈവറ്റ് മേഖലയിൽ നിരവധി ഡി അഡിക്ഷൻ സെന്ററുകൾ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് കൂടുപോലെ തന്നെ പൊട്ടിമുളച്ചിട്ടുണ്ട്. അത് ഒരർത്ഥത്തിൽ നല്ല കാര്യവുമാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ പറയുന്ന പോലെ ചികിത്സയ്ക്കുള്ള കോസ്റ്റ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റും മറ്റുള്ള കാര്യങ്ങൾ ഇത് ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവമാണ്. അതായത് അതുപോലെ തന്നെ നമ്മളുടെ ഒരു കുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രഗ് അഡിക്റ്റ് ആയി പോയതിന്റെ പേരിൽ അവനെ ഈ പറയുന്ന ഒരു കേസ് എടുത്തു നമ്മളിപ്പോ എക്സൈസിനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയാലും കോളേജ് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഡ്രഗ് കണ്ട് അവനെ എക്സൈസിലോ അല്ലെങ്കിൽ പോലീസിലോ എന്താ വായിക്കോ ഒരു എൻഫോഴ്സ്മെന്റ് ഏജൻസി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ ഭാവി പോകും എന്ന് ഒരു രക്ഷകർത്താവ് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് വിളിച്ചില്ലെങ്കിലാണ് അവന്റെ ഭാവി പോകുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ആലോചിക്കുന്നത്. കാരണം അങ്ങനെ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഡി അഡിക്ഷൻ സെന്ററിൽ ഹാജരാക്കിയതിനു ശേഷം നമ്മുടെ ഡി അഡിക്ഷൻ സെന്ററിൽ ഹാജരാക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് ഫിനാൻഷ്യലി സെറ്റപ്പുള്ള ടീമുകളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് ഇവിടുത്തെ സേവനം ത്തിനുപരിയായിട്ട് മറ്റുള്ള സേവനം, കാരണം ഇവിടുത്തെ സേവനം കുറച്ചൊക്കെ സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലുള്ളവർ അത്രയും അവർക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. അവര് ഏത് ഹോസ്പിറ്റലിലാണോ ആ ഹോസ്പിറ്റലിന്റെ ഒരു സൈക്കാട്രി കൈകാര്യം ചെയ്യുന്ന
ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റും കൊണ്ടുവന്ന് അതിനുശേഷം നമ്മളുടെ ഒരു ടീം അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടത്തും. അന്വേഷണം നടത്തി ഈ കുട്ടി പൂർണ്ണമായിട്ടും മോചിതനാണെന്നുണ്ടെങ്കിൽ അവരെ ആ ഡി അഡിക്ഷനിൽ നിന്ന് നമ്മൾ അവരെ മോചിപ്പിക്കാനും കഴിയും. പിന്നെ അതോടൊപ്പം തന്നെ ഇതിനകത്ത് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് കോമൺ ആയിട്ടുള്ള ഒരു സംശയമാണ്, ഞങ്ങൾ എന്തെങ്കിലും വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പുറത്തു പോകുമോ എന്നുള്ളത്. പുറത്തു പോകുമോ അങ്ങനെയൊക്കെയുള്ള നിരവധി സംശയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഇപ്പം സമൂഹം എല്ലാം വളരെ ആക്റ്റീവായിട്ട് തന്നെ മുൻപോട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിപ്പോ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കേസ് എടുക്കുന്ന നമുക്കൊരു കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഒരു എൻഫോഴ്സ്മെന്റ് ഏജൻസിക്ക് ഒരു കേസ് എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ 2 പബ്ലിക് വിറ്റ്നസ് അത്യാവശ്യമാണ്. പബ്ലിക് വിറ്റ്നസ് അത്യാവശ്യമാണ്. ഈ പബ്ലിക് വിറ്റ്നസിന്റെ ഒരു സാഹചര്യം നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ടില്ല. ഇപ്പൊ സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ആൾക്കാരെല്ലാം തന്നെ സാറേ ഞാൻ സാക്ഷിയാകാം എന്നുള്ള ഒരു രീതിയിലേക്ക് മുൻപോട്ട് വരാറുണ്ട്. ആ ഒരു രീതിയിൽ ഉള്ള ഒരു അവയർ നമുക്ക് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു എന്താണ് ഒരു ജീർണതയാണ് ഇത്തരത്തിലുള്ള ഡ്രഗുകളുടെയും മറ്റും അതിവ്യാപനം അല്ലെങ്കിൽ ഉപയോഗം എന്ന് പറയുന്നത്. അതിനെ അത്തരത്തിലുള്ള ഡ്രഗുകളെ കൊണ്ടുവരുന്നവരെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഏത് എൻഫോഴ്സ്മെന്റ് ഏജൻസി ആയാലും അവര് കേസ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് വേണം, ഈ പറയുന്ന പോലുള്ള ഒരു പബ്ലിക് വിറ്റ്നസിന്റെ അല്ലതല്ലെന്നുണ്ടെങ്കിൽ പൊതുസാക്ഷികളുടെ ആ പ്രദേശത്തുള്ള ഏതെങ്കിലും 2 ആൾക്കാരുടെ സാന്നിധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ കേസ് എടുക്കാനായിട്ട് നമുക്ക് പറ്റും. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരും അത്തരത്തിലുള്ള കേസുകൾ എടുക്കുന്നതിനും മറ്റുമായിട്ട് നമ്മൾ അവരെ സഹായിക്കും. മാത്രമല്ല ഈ കേസിന്റെ ട്രയൽ വരുന്ന സമയത്ത്, കോടതിയിൽ എത്തുന്ന സമയത്ത് ഇവര് വീണ്ടും ഇതേപോലെ തന്നെ കോടതിയിലും ഈ കാര്യങ്ങൾ പറഞ്ഞെന്നുണ്ടെങ്കിൽ മാത്രമേ ആ പ്രതികൾക്ക് ശിക്ഷ, അത് ഏത് കേസായാലും അങ്ങനെ തന്നെയാണ്. അതായത് നിയമത്തിന്റെ പരിരക്ഷയിൽ എത്തുമ്പോൾ, ഇപ്പൊ ഞങ്ങളൊരു ഡ്രഗുമായിട്ട് ഒരാളെ പിടിച്ചു, ഡ്രഗുമായിട്ട് ഒരാളെ പിടിച്ചതിന് ശേഷം കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ ഇപ്പൊ ഞാനാണ് ഒരു കേസെടുത്തെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ എന്റെ പാർട്ടിയാണ് ഒരു കേസെടുത്തെന്നുണ്ടെങ്കിൽ ആ കേസെടുത്ത ഉദ്യോഗസ്ഥനും പ്രതിക്കും കോടതിയിൽ ഒരേ പരിഗണനയാണ് ഉള്ളത്. പിന്നെ കോടതി അവിടെ നോക്കുന്നതെന്ന് വെച്ചാൽ തെളിവുകളാണ്. ആ തെളിവുകൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഈ അതായത് പബ്ലിക് വിറ്റ്നസ് എന്ന് പറയുന്നത്, അതല്ലെന്നുണ്ടെങ്കിൽ പൊതു സാക്ഷി എന്ന് പറയുന്ന ഒരാളും കൂടി ചേർന്നെങ്കിൽ മാത്രമേ അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. എന്നാൽ പല കേസുകളിലും ഈ സാക്ഷികളൊക്കെ ഹോസ്റ്റൽ ആവാറുണ്ട്. എന്നാൽ തന്നെയും കോടതിക്ക് അത് ബോധ്യപ്പെട്ട് ശിക്ഷയും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പോകാറൊക്കെ ഉണ്ട്. ശക്തമായ നിയമമായിട്ട് അങ്ങനെ വരാറുണ്ട്. ഞാൻ ഇവിടെ സന്ദർഭവശാൽ അതൊന്ന് പറയുന്നുള്ളൂ. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ അവരെ സഹായിക്കേണ്ട ഒരു ബാധ്യത ഏത് എൻഫോഴ്സ്മെന്റ് ഏജൻസി ആണെന്നുണ്ടെങ്കിലും അതുണ്ട്. അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതൊന്ന്. ഇനി രണ്ടാമത്, നമ്മളൊരു ഇൻഫർമേഷൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോകുമെന്നും ഒരു കാരണവശാലും അങ്ങനെ പോകില്ല. ഞാൻ ഈ പോകില്ല എന്ന് പറയുന്നത് ഞാനത് വ്യാജമായി പറയുന്നതല്ല. നമ്മൾ ആലപ്പുഴ ജില്ലയിലെ ഡേറ്റാ ബേസ് ചെയ്ത് തന്നെ പറയുന്നതാണ്. നാളിതുവരെ അങ്ങനെ ഒരു ഇൻഫർമേഷൻ പോയി ഒരു അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ ഒരു ഇൻഫർമേഷൻ കൊടുത്ത് ആ ഇൻഫർമേഷൻ കൊടുത്ത ആളിനെ പറഞ്ഞ് മറ്റുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. വെറുതെ. പിന്നെ ഇതിനകത്ത് വേറെ ഈ പെഡ്ലേഴ്സിന് അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രഗ് മാഫിയയ്ക്കൊക്കെ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സമൂഹത്തിൽ ഒരു ഭീതി വ്യാപാരം സൃഷ്ടിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഇതേപോലുള്ള ഉദ്യോഗസ്ഥരുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് അവര് പറയാറുണ്ട്. അത് അത്തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങൾ വീഴരുത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ പുറത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആളിന്റെ ജോലി പിന്നെ കാണുകയില്ല. അത് 100%. അതായത് ഏതൊരു പബ്ലിക്കിനും അത് ചോദ്യം ചെയ്യാവുന്നതാണ്. അയാൾക്കെതിരെ നിയമ നടപടി ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് കേവലം ഇത്തരത്തിലുള്ളൊരു ഡ്രഗ് എടുത്ത ഒരു ഇൻഫർമേഷൻ കൊടുത്ത ആളിന് ഒരു കാരണവശാലും പുറത്ത് പറയില്ല. ഇത് ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എന്നുള്ള രീതിയിൽ ഞാൻ നൽകുന്ന ഒരു ഉറപ്പും കൂടിയാണ്. പിന്നെ ഇനി ഏതൊക്കെ നമ്പറുകൾ, ഞാൻ ഇവിടെ കുറച്ച് നമ്പറുകൾ പരിചയപ്പെടുത്തി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹലോ കേൾക്കുന്നുണ്ടോ? ഉണ്ട് സർ. ഓക്കെ. ഈ നമ്പറുകൾ ഈ നമ്പറുകൾ എന്ന് പറയുന്നത് ടോൾ ഫ്രീ നമ്പറുകളാണ്. ഈ ടോൾ ഫ്രീ നമ്പറുകൾ പ്രത്യേകിച്ച് വിളിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ഒരു ഇൻഫർമേഷൻ വിളിച്ച് പറയുമ്പോൾ നിങ്ങൾ പേരോ അഡ്രസ്സോ ഒന്നും തന്നെ ആരെടുത്തും പറയേണ്ട കാര്യവുമില്ല എന്നുള്ളൊരു വസ്തുത കൂടെ ഞാൻ പറയുകയാണ്. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് ചോദിക്കാനും പാടില്ല.
ഇത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭീതി ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണ്ട. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ നിരവധി ആൾക്കാർ മുമ്പോട്ട് വന്ന് ഇതിനെതിരായിട്ട് മുമ്പോട്ട് വന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെയും ആർക്ക് വേണമെന്നുണ്ട് അതിന് ഒരു നമ്പറാണ് 155 358 155 358. പിന്നീട് ഈ ഗ്രൂപ്പിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നമ്പർ ഷെയർ ചെയ്യാവുന്നതാണ്. ഒരു ആലപ്പുഴ ജില്ലയിലെ ഒരു ടോൾ ഫ്രീ നമ്പറാണ്. മറ്റൊരു നമ്പറാണ് 1800 425 2696. 1800. ഒരു കുട്ടിക്ക് അവരുടെ രക്ഷകർത്താക്കളോ വീട്ടിലുള്ള പ്രഷറോ ഒക്കെ ഉണ്ട്, അവൻ ഇത്തരത്തിലുള്ള ഡ്രഗ്സുകളോ ഏതെങ്കിലും തരത്തിലുള്ള, അതായത് അത് ഈ പറഞ്ഞ പാൻപരാഗാകട്ടെ, വിവിധ തരത്തിലുള്ള ഏതെങ്കിലും ഇൻഹലൻസ് ആകട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ വിവിധ തരത്തിലുള്ള ഏതെങ്കിലും ഡ്രഗുകളാകട്ടെ, ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം. അങ്ങനെയുള്ള ഈ വിമുക്തിയുടെ തന്നെയുള്ള ഒരു ടോൾ ഫ്രീ നമ്പറാണ് 14405 എന്ന് പറയുന്ന നമ്പർ. 14405. ഈ 14405 വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഈ പറയുന്ന ഡി അഡിക്ഷനുമായി ബന്ധപ്പെട്ട എന്ത് സഹായം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയും. അവർക്ക് വേണ്ട കൗൺസിലിംഗ് മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് അതിനകത്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. പിന്നെ ഇതിൽ ഉപരിയായിട്ട് നമ്മുടെ ജില്ലയിലെ ടോൾ ഫ്രീ നമ്പറുകൾ ഞാൻ പറഞ്ഞു തോന്നുന്നു. കൂടാതെ ഓരോ സ്റ്റേഷനിലും അവരുടെ ഓരോ റേഞ്ചിലും റേഞ്ച് ഇൻസ്പെക്ടർമാരുടെ നമ്പറുണ്ട്. നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് വിളിക്കാം. പിന്നെ സർക്കിളിലെ ഒരു CA ഉണ്ട്, CA വിളിക്കാം. നാർക്കോട്ടിക്സിൽ തന്നെ നമ്മുടെ തന്നെ സ്കോഡിൽ ഒരു CA ഉണ്ട്, CAയുടെ നമ്പറുണ്ട്. പിന്നെ എന്റെ ഒഫീഷ്യൽ നമ്പറുണ്ട്, എന്റെ പേഴ്സണൽ നമ്പറുണ്ട്. ഈ നമ്പറുകളെല്ലാം തന്നെ ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഏത് നമ്പറിൽ വേണമെന്നുണ്ടെങ്കിലും ഏത് പാതിരാത്രിയിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ നമ്പറുകളിലേക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും വാട്സാപ്പ് ചെയ്യാം. ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. പിന്നെ അത് കൂടാതെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ക്ലാസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വിമുക്തി എന്ന് പറയുന്ന ഒരു വിങ് തന്നെയുണ്ട്. അത് ക്ലാസ് എടുക്കാം. ആ ക്ലാസ് എടുക്കുന്നതിന് നിങ്ങൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും എന്തെങ്കിലും ചെലവുണ്ടോ എന്നൊക്കെ. 1 രൂപ പോലും ചെലവില്ല. യാതൊരു വിധത്തിലുള്ള നിങ്ങൾ ജസ്റ്റ് അതിനുള്ള ഒരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് സർക്കാർ തലത്തിലുള്ള കുറെ പ്രോഗ്രാമുകളുണ്ട്. അതല്ലാതെ ഉള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിനായിട്ടുള്ള എന്തെങ്കിലും ഒരു വേദി ഒപ്പിക്കുകയോ അതല്ലെന്നുണ്ടെങ്കിൽ എവിടെങ്കിലും നഗരങ്ങള്, സ്കൂളുകള്, കോളേജുകള്, റെസിഡൻസ് അസോസിയേഷൻ അവിടെ എന്തെങ്കിലും പ്രോഗ്രാമുകൾ വിമുക്തിയുടെ ഭാഗമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല ഏതെങ്കിലും കുട്ടിയെ ചികിത്സിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതി. പക്ഷെ ചികിത്സിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ, അവിടെ കിടത്തി ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബൈസ്റ്റാൻഡർ വേണം. ഇത്രയുമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതൊരു